1, 2, 3. എന്ത് തേകയാണ് എനിക്ക് സംഭവിക്കുന്നത്. കഴിഞ്ഞ ഒരു 3 ദിവസം 2-3 ദിവസം അല്ല 3 ദിവസം എൻ്റെ അവസ്ഥ കട്ടപ്പുകയാണ്. കട്ടപ്പുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ മടി വിഴുങ്ങി. ഞാനിപ്പോൾ മടിയുടെ വയറിൻ്റെ ഭാഗത്ത് എവിടെയോ ആയിട്ടാണ്. ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ റുട്ടീൻ എല്ലാം ഇരുന്ന് തേഞ്ഞ് മാഞ്ഞു പോയതുപോലത്തെ ഒരു ഫീലാണ് എനിക്ക് കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട്. രാവിലെ സുഖമായിട്ട് ഒരു 6:30-7 മണിക്ക് എണീറ്റിരുന്ന ഞാൻ എണീക്കുന്നത് 9 മണിക്കാണ്. എന്നെക്കാളും മുന്നേ വിഷ്ണു എണീറ്റ് വിഷ്ണുവിന് പ്രാക്ടീസ് ചെയ്യുന്ന റുട്ടീനൊക്കെ വിഷ്ണു കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. വിഷ്ണു 7 മണിക്ക് എണീക്കും. അതിനുശേഷം വിഷ്ണു ജിമ്മിൽ പോവും. വിഷ്ണു തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്നെ കുത്തിപ്പൊക്കും. അപ്പോഴും എനിക്ക് എണീക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ വിഷ്ണുവിനെ ഇവിടെ ട്രെയിൻ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യും. അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. വിഷ്ണുവിനെ ഇപ്പോൾ അധികം ദിവസം എനിക്ക് ട്രെയിൻ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യും പിക്ക് ചെയ്യും വേണം. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഷോർട്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാം. പക്ഷെ അതല്ല നമ്മുടെ എന്താ കണ്ടന്റ്, എൻ്റെ മടി, അതാണ് എൻ്റെ കണ്ടന്റ്. കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ടുണ്ടല്ലോ ഇന്നൊക്കെ എനിക്ക് എന്നോട് തന്നെ ഒരു ഫ്രസ്ട്രേഷൻ തോന്നി തുടങ്ങുന്ന രീതിയിൽ എത്തിക്കുന്നു. ഞാൻ ഈ ബെഡിൽ വിഷ്ണുവൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെയും കിടക്കും. കുറേ എഡിറ്റ് ചെയ്യാനുണ്ട് എന്നുള്ള ഭാവേന കുറേ കിടക്കും. പിന്നെ 2 മണിക്കൂർ കിടന്ന് ഉറങ്ങും. പിന്നെ താഴെ പോയി കവിച്ചിരിക്കും, അവിടെയും കിടന്ന് ഉറങ്ങും. ഒരു കോപ്പ് ഞാൻ ചെയ്യണില്ല കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട്. ഞാൻ നാളെ ശരിയാവുമായിരിക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ മാറ്റി വെച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും ശരിയാവാൻ പോകണില്ല. ഞാൻ എന്നെ ശരിയാക്കാത്തടത്തോളം കാലം എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ ബെഡിൽ കിടന്ന് കുറച്ച് നേരം അങ്ങോട്ട് എണ്ണി, ഒരു 100 വരെ എണ്ണി. അതിൻ്റെ ഉള്ളിൽ ഞാൻ എണീക്കുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ ചില സമയത്ത് മടി വന്നാലുണ്ടല്ലോ രക്ഷയില്ല. എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന മടിയാണ് ഇത്തവണ. അങ്ങനെ ഞാൻ അവസാനം എനിക്കൊരു ചാൻസും കൂടെ കൊടുത്തു. ഞാനൊരു 1, 2, 3 എണ്ണും. അതിനുള്ളിൽ ഞാനിവിടെ എണീറ്റ് ഞാൻ ലൈഫ് പഴയതുപോലെ ആക്കാൻ പോവുകയാണ്. എങ്ങനെ എന്ത് ചെയ്യും എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മടിയുള്ള കാര്യം തന്നെ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒന്ന്, നമ്മുടെ വീടിന് ഒരു സമ്മർ റീഅറേഞ്ച്മെൻറ്റ് ആവശ്യമുണ്ട്. കാരണം വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ് കഴിഞ്ഞ് സമ്മർ ആവാനായി എന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ. അന്തരീക്ഷം അറിഞ്ഞിട്ടില്ല, നല്ല മഴയൊക്കെയാണ് പുറത്തധികം. അപ്പോൾ നമ്മുടെ സമ്മർ ഷൂവും സമ്മർ ഡ്രസ്സും ഒക്കെ പുറത്തെടുത്ത് ജാക്കറ്റും കാര്യങ്ങളൊക്കെ അകത്ത് കൊണ്ടുവയ്ക്കണം. പിന്നെ നമ്മുടെ കുറേ ഓർണമെന്റ്സ് ഒക്കെ നമുക്കിനി ഉപയോഗിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് പൊടി തട്ടി പുറത്തെടുക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഇത് ഞാൻ മാറ്റി വെച്ച് അടുത്ത സമ്മർ ആവാനായോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് ഇത്രയും മടി വരാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാൻ കഴിഞ്ഞൊരു 2 ആഴ്ച ഭയങ്കര ബിസിയായിരുന്നു. അതായത് ഞാൻ രാവിലെ ഒരു 6 മണി 7 മണിക്ക് ഇവിടെ എണീറ്റ് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ വരുന്നത് ഒരു 2-2:30 രാത്രി. ചില ദിവസം നമ്മൾ ചെയ്യുന്ന ഷോർട്ട് ഫിലിമിൻ്റെ ചെറിയ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീക്കെൻഡ്സ് ഫുൾ എനിക്കതിൽ നമ്മൾ ഫുൾ ഹെക്ടിക് സ്കെഡ്യൂളിലാണ് പോകുന്നുണ്ടായിരുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ മേക്കപ്പ് ക്ലാസ്സിൻ്റെ അവസാനമായതുകൊണ്ട് അവരെന്നെ ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും പിന്നെ ഒപ്പം എൻ്റെ വ്ളോഗിങ്ങും ഷോർട്സും എല്ലാം കൂടെ ആയിട്ട് ഞാൻ ഡ്രെയിൻഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് 2 ദിവസം ഒന്നൊരു ബ്രേക്ക് എടുത്ത് തിരിച്ച് എൻ്റെ റുട്ടീനിലോട്ടും കാര്യങ്ങളിലോട്ടും ജോലിയിലോട്ടും കയറാൻ ഞാൻ വിചാരിച്ചാണ്. പക്ഷെ ഒരു തേങ്ങ നടക്കുന്നില്ല. എനിക്ക് എന്നോടൊന്ന് ദേഷ്യം വന്നിട്ടാണ് ഞാൻ തേങ്ങ മാങ്ങ ചക്ക എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്തായാലും ഇനി കൂടുതൽ വർത്താനമൊന്നും വേണ്ട. ഇന്ന് ഞാൻ എൻ്റെ മടി മാറ്റാൻ പോവുകയാണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് എന്നെ വിഴുങ്ങിയ മടിയിൽ നിന്നും ഞാൻ പുറത്തിറങ്ങി എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. Until and unless I start doing something, ഒന്നും മാറാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് മാറ്റാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ലൈഫ് ഇന്നോട്ട് പഴയതുപോലെയാണ്. അതിൻ്റെ ഒപ്പം ഞാൻ നിങ്ങളെയും കൂടെ എൻ്റെ ഒപ്പം കൂട്ടുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് നമ്മുടെ മടിയൊക്കെ മാറ്റി വെച്ച് നമ്മൾ കാര്യം ചെയ്യാൻ പോകണം. എല്ലാ ആൾക്കാർക്കും മടി ഉണ്ടായിരിക്കും അല്ലേ? ഞാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു. എൻ്റെ 2016-2017 കാലഘട്ടമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഞാനും മടിയും വളരെയധികം നല്ല റിലേഷൻഷിപ്പിലായിരുന്നു. പിന്നെയാണ് പുള്ളി എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. പുള്ളിനെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. പക്ഷെ കഴിഞ്ഞ 3 ദിവസമായിട്ടേ പുള്ളി എന്നെ തോണ്ടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നിർത്തി വയ്ക്കാം. തൽക്കാലം നമുക്ക് മാറ്റി വെച്ച് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം ഇപ്പോൾ തോന്നുന്നുണ്ടല്ലോ, ലോങ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്ന ലോങ് വീഡിയോ അല്ലേ, നിങ്ങൾക്ക് നോക്കി അറിയാൻ കഴിഞ്ഞു 2 ആഴ്ചയായിട്ട് കാര്യമായിട്ടൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ മടി കാരണമാണ്. മടിക്ക് ചിലപ്പോൾ റീസൺ എനിക്ക് ഓവുലേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. എനിക്ക് എൻ്റെ ഇപ്പോൾ കറക്റ്റ് ഓവുലേഷൻ പീരീഡാണ്. ആ ഒരു സമയം കുറച്ചൊരു ടഫാണല്ലോ നമുക്ക് എല്ലാവർക്കും. പക്ഷെ എന്നാലും അതൊന്നും ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഒരിക്കലും ജീവിതത്തിൽ പറയരുതെന്ന് തീരുമാനിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ക്യാൻസൽ ചെയ്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങളോട് കിടക്കാം. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. നമ്മളും
ഒപ്പം നമ്മുടെ ചുറ്റുപാടും ഒന്ന് വൃത്തിയായിട്ടും ഉഷാറായിട്ടും ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് ഈ ഒരു ലൂസ് ഷർട്ടിൽ കയറുന്നതും തീരെ ഞാൻ എന്നെ മെയിൻറ്റെയിൻ ചെയ്യാത്തതും എൻ്റെ മടിക്ക് വലിയൊരു റീസണായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ച് പ്രസൻറ്റബിൾ ആവാം, കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് വൃത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന തോന്നാറുണ്ട് എനിക്ക്. അപ്പോൾ തൽക്കാലം ആ ഒരു പരിപാടി തുടങ്ങാം. അതിനുശേഷം ഞാൻ ഈ ബെഡ് അങ്ങോട്ട് വിരിച്ചിടട്ടെ. കഴിഞ്ഞൊരു 3 ദിവസമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അധിക സമയം സ്പെൻഡ് ചെയ്യുന്ന ഈ ബെഡിലാണ്. അതുകൊണ്ട് ഇതങ്ങോട്ട് വിരിച്ചിടട്ടെ. ഇനി നമ്മൾ പഴയതുപോലെയാണ്, രാവിലെ ബെഡിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെഡിൽ വരുള്ളൂ. മനസ്സിലായേ? രണ്ട് റീസൺസ് കൊണ്ടാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഒന്ന്, എന്റെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നീ ലോങ് വീഡിയോ ഒന്നും എടുക്കണ്ട, നീ ഇവിടെ കിടക്കൂ, സമാധാനിക്കൂ, സുഖിക്കൂ, അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് ആ പറച്ചിലോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കമന്റ് സെക്ഷനിലായാലും ഇടയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ്, എല്ലാ ദിവസവും എങ്ങനെയാണ് റുട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പൊ എല്ലാ ദിവസവും റുട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റാറില്ല. അങ്ങനത്തെ കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. അപ്പൊ ആ സമയങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്ത് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് പറയുകയും കൂടെ വേണം. അതിന് രണ്ടിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. തുടങ്ങിയ സ്ഥിതിക്ക് നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. ഇന്നത്തോടു കൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു സീരീസ് ഓഫ് മടി ഈ ഒരാഴ്ച കഴിഞ്ഞു പോയത് പോയി എന്ന് നോക്കിയിട്ട് കാര്യമില്ല. വരുന്ന ദിവസങ്ങൾ ഏറ്റവും പ്രൊഡക്റ്റീവ് ആക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഇങ്ങോട്ട് മാറിയിട്ട് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് കേട്ടോ അത്. നമുക്ക് ടെമൂന്ന് ഒരു പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ഐറ്റം ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതെന്റെ ഇങ്ങോട്ട് മാറിയിട്ടുള്ള ചരിത്രത്തിൽ എന്തായാലും ഉണ്ടാവാത്തൊരു കാര്യമാണ്. അത്രയാണ് എന്നെ ഇത്തവണ മടി എഫക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്ത് കുറച്ച് ക്ലീൻ ചെയ്ത് ഒപ്പം ഞാൻ എന്നെയും കൂടെ ഒന്ന് സുന്ദരിയാക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ റിയൽ സമ്മർ റീഅറേഞ്ച്മെന്റിലോട്ട് കിടക്കാം. അപ്പൊ തന്നെ ഒരു ഉഷാറ് വരും. ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പൊ എണീറ്റ് ബെഡ് ഒന്ന് റെഡിയാക്കി വെച്ചില്ലേ, ആ എണീക്കാനുള്ള ബുദ്ധിമുട്ട് പറയാൻ വയ്യായിരുന്നു. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പക്ഷെ എണീറ്റ് കഴിഞ്ഞ് ആ ബെഡ് ഒന്ന് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ കുറച്ചൊരു എനർജി വന്ന പോലെ ഇപ്പൊ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വിൻ്ററൊക്കെ ആകുമ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കലാട്ടോ വെള്ളം ഒഴിക്കുള്ളൂ. അപ്പം തന്നെ അത് കുറച്ച് ഓവറാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോൾ സമ്മറായതിന് ശേഷം ഞാനിങ്ങനെ ഒരു ദിവസം കഴിഞ്ഞാലും വെള്ളം ഒഴിക്കാറുണ്ട്. കാരണം നമുക്ക് വെള്ളം ആവശ്യമുള്ളതുപോലെ ചെടിക്കും വെള്ളം ആവശ്യമുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, കഴിഞ്ഞ സമ്മറിൽ നമ്മൾ ഒരുപാട് ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു വിൻ്റർ കഴിഞ്ഞപ്പോഴേക്ക് ബാക്കി വന്ന കുറച്ച് ചെടികളാണ് കേട്ടോ അത്. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ നോക്കാറുണ്ട്. പക്ഷെ എന്നാലും ചിലതൊക്കെ ഗിവപ്പ് ചെയ്ത് പോകുന്നു, എനിക്കറിഞ്ഞൂടാ. ഇത് വിഷ്ണുവിന് വാങ്ങിച്ച കുറച്ച് പുതിയ ഡ്രസ്സും എനിക്ക് വാങ്ങിച്ച കുറച്ച് പുതിയ ഡ്രസ്സുമാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് നമ്മുടെ വാർഡ്രോബിൽ സെറ്റ് ചെയ്ത് വെക്കണം. ഞാൻ എപ്പോഴും എനിക്ക് കുറച്ച് ലോ ഫീൽ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം, അത്യാവശ്യം നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക, പിന്നെ ഒന്ന് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യുക. പറ്റുകയാണെങ്കിൽ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരിക എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പുറത്ത് നടക്കുന്നില്ല, പക്ഷെ നമ്മൾ അത്യാവശ്യം ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമുക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇടാം. നല്ല മടിയുള്ള കാര്യമായിരിക്കും മടിയുള്ള സമയത്ത് കുറച്ച് നന്നായി ഡ്രസ്സ് ചെയ്യാനുള്ളതൊക്കെ. പക്ഷെ എനിക്ക് എപ്പോഴും വർക്ക് ചെയ്യാറായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഭയങ്കര ഗ്ലൂമി ആയിട്ടോ അല്ലെങ്കിൽ റീസൺ ഇല്ലാതെ നമുക്ക് വിഷമം വന്നിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ കുറച്ച് പ്രസന്റബിൾ ആയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മനസ്സിന് ശാന്തി സമാധാനം ഒക്കെ കിട്ടാറുണ്ട്. എൻ്റെ മേക്കപ്പ് കോഴ്സിൽ ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പീരീഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങിക്കേണ്ടതും ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ മേക്കപ്പ് ബാഗിൽ തന്നെ വെക്കുന്നത്. കാരണം ഓരോ തവണ വന്ന് ഞാനിങ്ങനെ എൻ്റെ പേഴ്സണൽ യൂസിന് എടുക്കുക, പിന്നെ ഞാൻ കിറ്റിൽ കയറ്റി വെക്കുക, അത് അത്ര ഒരു ഈസി ആയിട്ടല്ല പോകുന്നത്. കാരണം നമ്മൾ പ്രോപ്പർ നല്ല ഹൈജീനായിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. നമ്മൾ ഓരോ തവണ ഓരോ മോഡൽസിൻ്റെ മുകളിൽ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പകുതി പ്രൊഡക്ട്സും ഇപ്പോൾ എൻ്റെ ബാഗിലാണ്. നമ്മൾ ഈ ഒരു തവണ ഇട്ടിട്ട് പിന്നെ അത് തിരിച്ച് വാർഡ്രോബിൽ വെക്കണം, അതോ നമ്മൾ വാഷ് ചെയ്യണമെന്ന് അറിയാത്ത ഡ്രസ്സ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഡ്രസ്സുകളാണ് ഞാൻ ഇവിടെ ഹാങ് ചെയ്യാറ്. അപ്പോൾ ഇതൊന്നൊരു ടീഷർട്ട് എടുത്ത് നമുക്ക് ഇടാം. അപ്പോൾ ഞാൻ പോയിട്ട് ചെറുതായിട്ട് ഒന്ന് ലുക്ക് മാറ്റിയിട്ട് വരാം കേട്ടോ. ലുക്ക് മാറിക്കഴിഞ്ഞാൽ എപ്പോഴും മൂഡും കൂടെ മാറുന്നത് തോന്നാറുണ്ടെന്ന് ഞാൻ പറയാറുണ്ട്. ഇന്നും അത് എഫക്റ്റീവ് ആയിരുന്നു. വീഡിയോയിൽ കണ്ടു മടുത്തൊരു ഭാഗമായിരിക്കും. എനിക്കും ചെയ്ത് മടുത്തൊരു കാര്യമാണ് ഈ ഡ്രസ്സ് മടക്കി വെക്കല് കേട്ടോ. എനിക്കൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട് ഡ്രസ്സ് മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ തന്നെയാണ് ഡ്രസ്സ് മടക്കാറ്. അപ്പൊ ഇത് ഓരോന്നായിട്ട് നമുക്ക് എടുത്തിട്ട് നമ്മുടെ എന്താ പറയുക വാർഡ്രോബിലോട്ട് വെക്കാം. ഇതിൽ കുറച്ച് ഡ്രസ്സ് എനിക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കാനുണ്ട്. കുറച്ചായി ഇപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട്. അല്ലെങ്കിൽ നമ്മളൊരു 4-5 മാസം കൂടുമ്പോൾ കുറച്ചായിട്ട് ഉപയോഗിക്കാത്ത ഡ്രസ്സോ അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് പാകല്ലാതെ ആയതോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എടുത്തിട്ട് പ്രോപ്പറായിട്ട് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 4 മാസമായിട്ടുണ്ടാവും അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ട്. അതൊക്കെ നമുക്ക് അടുത്ത മാസം ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം.
തൽക്കാലം ഇതൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ വാർഡ്രോബിലോട്ട് വെക്കാം. ചില പണികളും നമ്മൾ ആർക്കും സഹായിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് എനിക്ക് എപ്പോഴും ഡ്രസ്സ് നമ്മുടെ വാർഡ്രോബിൽ എടുത്ത് വെക്കുന്നത് കേട്ടോ. ഡ്രസ്സ് മടക്കി വെക്കുന്നത് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഓരോരോ ഡ്രസ്സ് ഏത് സെഷനിൽ എങ്ങനെ ഇരിക്കണം അങ്ങനെ ഭയങ്കര നിർബന്ധങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ ഒരു പണി ഞാൻ തന്നെയാണ് ചെയ്യാറ്. വിഷ്ണു എത്ര എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാലും പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പോയിട്ടത് മാറ്റി ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ വിഷ്ണു കാര്യമായിട്ട് ആ പണിക്ക് മെനക്കെടാറില്ല. എന്തായാലും നമ്മൾ ബെഡൊക്കെ അതേ ക്ലീൻ ചെയ്ത് ഏകദേശം ഒന്ന് ഒതുക്കി സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ റൂം നമ്മളോട് ഏകദേശം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഭയങ്കരമായിട്ട് നമ്മുടെ മൂഡ് എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത്ര ഒരു മടി വരാൻ റീസൺ ഈ ഒരു വെതറും കൂടെയാണെന്ന് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇവിടെ സമ്മർ ആണെന്നുണ്ടെങ്കിലും കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് ഫുൾ മഴയാണ്. വെയിൽ വല്ലപ്പോഴും സമ്മറല്ലേ ഒന്ന് വന്നേക്കാം എന്നുള്ള മട്ടിൽ ഒരു 5 മിനിറ്റ് വരുന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഭയങ്കര അങ്ങനെ തണുപ്പൊന്നുമില്ല കേട്ടോ. ചെറിയൊരു ജാക്കറ്റ് വേണം നമുക്ക് പുറത്തു പോകാൻ, അത്രേ ആവശ്യമുള്ളൂ. എനിക്ക് ആരോ ഒന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സമ്മറിലെ പോലെ ഈ സമ്മറിലും ബാർബിക്യൂ പാർട്ടി വെക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആ പാർട്ടിയൊക്കെ വെക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആദ്യം മഴ പോയി വെയിലൊന്ന് വരട്ടെ. ഇത് വിഷ്ണുവിന്റെ വർക്ക് ടേബിൾ ആണ് കേട്ടോ. ഇവിടെ കാര്യമായിട്ടുള്ള ക്ലീനിങ് പരിപാടിയൊന്നും ബാക്കിയില്ല. വിഷ്ണു കുറച്ചൊക്കെ മെസ്സേജ് ഇടുന്ന ആളാണ്, പക്ഷെ എന്നാലും അത്യാവശ്യം ക്ലീൻ ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളും കൂടെയാണ്. അതുകൊണ്ട് കുറച്ച് മെസ്സിയാണ്, പക്ഷെ എന്നാലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ കുളിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇവിടെ കാര്യമായിട്ടുള്ള ക്ലീനിങ് ഇല്ല, ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ഒരു ചെടി വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. നമ്മൾ വീട് മാറി ഇങ്ങോട്ട് വന്നപ്പോൾ ദീപ ചേച്ചി ചുമ്മാ വീട് കാണാൻ വേണ്ടി വന്നപ്പോൾ ദീപ ചേച്ചി കൊടുന്നൊരു ചെടിയാണിത്. അത് ആ ഒരു ഇമോഷൻ കൊണ്ടും അതേപോലെ തന്നെ ഇത്രയും കാലം നമ്മുടെ ഒപ്പം നിന്നൊരു ചെടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെയാണ് കേട്ടോ നമ്മൾ മടക്കി മുകളിലത്തെ ആ ഒരു വാർഡ്രോബിൽ വെക്കുന്നത്. ബാക്കി ഡ്രസ്സൊക്കെ താഴെ ഈ ഒരു വാർഡ്രോബിലാണ് നമ്മൾ ഹാങ് ചെയ്യുന്നത്. തൽക്കാലം ഇപ്പോൾ ചെയ്യേണ്ട, നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. നമുക്ക് ഡിന്നറിനുള്ള എന്തെങ്കിലും പരിപാടി പെട്ടെന്ന് ചെയ്ത് വെക്കാം. കാരണം ഇപ്പം ഞാൻ ഒപ്പം ഡിന്നർ കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവസാനം ഡിന്നറായി തീരില്ല. നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഇടിയപ്പവും ചിക്കൻ കറിയല്ലോ മുട്ട കറിയുമാണ്. സമയം ഏകദേശം 4:30 ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു 5:30 5:45 ആകുമ്പോഴാണ് പൊതുവെ വിഷ്ണു ഞാൻ ഇത് നോക്കിയതായിരുന്നു വിഷ്ണു സ്റ്റേഷനിലെത്തുക. അപ്പൊ വിഷ്ണുവിനെ അവിടെ പോയി പിക്ക് ചെയ്യണം. വിഷ്ണു ഇപ്പോൾ കാറ് കൊണ്ടുപോകാറില്ല ജോലിക്ക്. ഒരു ചെറുതായിട്ട് ഞാനൊരു കാര്യം നമ്മുടെ ഒരു റീൽസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിഷ്ണു ജോലി മാറി എന്നുള്ളത്. വിഷ്ണു കാര്യമായിട്ട് ജോലി മാറാൻ നോക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു ഏപ്രിൽ മാസങ്ങളിലൊക്കെ. അപ്പോൾ അതിന്റെ ഭയങ്കര പ്രിപ്പറേഷൻ ആയിരുന്നു. ഞാൻ പല വ്ളോഗ്സിലും പറഞ്ഞിട്ടില്ലേ വിഷ്ണു അവൈലബിൾ അല്ല, വിഷ്ണു ജോലിയിലാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ജോലി മാറുന്ന ഒരു ടൈമായിരുന്നു വിഷ്ണു. അതിനുശേഷം മെയ് മാസം നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിരുന്നു. കാരണം ഏകദേശം ഒരു 1 മന്തിൽ വിഷ്ണുവിന് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഉള്ള നോട്ടീസ് പീരീഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര റിലാക്സ്ഡ് മന്ത് ആയിരുന്നു നമുക്ക് മെയ് എന്ന് പറയുന്നത്. ജൂൺ 3 വിഷ്ണു ജോലി സ്റ്റാർട്ട് ചെയ്തത്. വിഷ്ണു മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാർട്ടപ്പിലാണല്ലോ. അപ്പോൾ അവിടെ വിഷ്ണുവിന് കുറച്ചൊരു മാനേജ്മെന്റ് കാര്യങ്ങളും ഡീൽ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. വിഷ്ണുവിന്റെ ഒരു വർക്ക് നേച്ചർ വെച്ചിട്ട് വിഷ്ണുവിന് അങ്ങനെ കുറച്ച് മാനേജറൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനേക്കാളും താല്പര്യം വിഷ്ണു കോഡിങ്, വിഷ്ണുവിന്റെ ജോലി നോക്കിയിരിക്കുന്നതാണ്. മേ ബി എപ്പോഴും വിഷ്ണു പറയുമ്പോൾ ഒരു 40-45 ഒക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായാലും മാനേജർ പൊസിഷനിലോട്ട് മാറേണ്ടി വരും. അതുവരെ വിഷ്ണുവിന് ടെക്നിക്കൽ കാര്യങ്ങളിൽ മാത്രം ഇൻവോൾവ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ പുതിയ കമ്പനിയിൽ വിഷ്ണു ഫുള്ളി ടെക്നിക്കൽ കാര്യം മാത്രം നോക്കുന്ന ഒരു പൊസിഷനാണ് വിഷ്ണു ചെയ്യുന്നത്. അത്യാവശ്യം വലിയൊരു കമ്പനിയാണ് കേട്ടോ, സ്റ്റാർട്ടപ്പ് അല്ല ഇത്. അതുകൊണ്ട് തന്നെ വർക്ക് കുറച്ചും കൂടെ സ്കെഡ്യൂൾഡ് ആയിരിക്കും, പ്രോപ്പർ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു. അറിയില്ല, വിഷ്ണുവാണ് ജോലിക്ക് കയറിയിട്ടുള്ളത്. ചിലപ്പോൾ അവിടെ എല്ലാവരും 5 മണി വരെ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും വിഷ്ണു അവിടെ കയറിയതുകൊണ്ട് എല്ലാവരും ഒരു 9 മണി വരെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അറിയില്ല. തൽക്കാലം ഇപ്പം എന്തായാലും ആദ്യത്തെ 2 ആഴ്ച കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പ്രോപ്പർ ടൈം ഓഫീസിൽ ഇറങ്ങിക്കൊണ്ടൊക്കെ തന്നെ പോകുന്നത്. പക്ഷെ ഇതിലൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രത്ത് ഉണ്ടല്ലോ, ആംസ്റ്റർഡാം സെൻട്രത്താണ് വിഷ്ണുവിന്റെ ഓഫീസ് വരുന്നത്. അവിടെ പാർക്കിംഗ് ഉണ്ട്, നമുക്ക് പാർക്കിംഗ് എടുക്കാം. നമ്മൾ ബുക്ക് ചെയ്യണം, നേരത്തെ ബുക്ക് ചെയ്യണം. പക്ഷെ അതിനേക്കാളും നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും എളുപ്പം ഞാൻ വിഷ്ണുവിനെ ഇവിടെ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിഷ്ണുവിന് അങ്ങോട്ട് സ്പ്രിന്റർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റ്സിൽ വിഷ്ണു സെൻട്രത്ത് എത്തും. അവിടുന്ന് ഒരു സെൻട്രത്ത് സ്റ്റേഷനിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ വിഷ്ണുവിന്റെ ഓഫീസിലോട്ട്. ലൈക്ക് ലെസ് ദാൻ 5 മിനിറ്റ്സ് നടക്കാനേ ഉള്ളൂ. അപ്പൊ അതാണല്ലോ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ പാർക്കിംഗ് ബുക്ക് ചെയ്യണം. പിന്നെ രാവിലെ സമയങ്ങളിൽ ഇപ്പൊ ട്യൂസ്ഡേസും ഫ്രൈഡേസും ആണ് വിഷ്ണുവിന് അധികം ഓഫീസിൽ പോകേണ്ടത്. അപ്പൊ ആ ദിവസങ്ങളിൽ ഇപ്പൊ വിഷ്ണുവിന്
ആഴ്ചയിൽ 2 ദിവസമാണ് ഓഫീസിൽ പോകേണ്ടത്. പൊതുവെ ആ 2 ദിവസം തന്നെയാണ് നെതർലൻഡ്സിലെ എല്ലാവരും ഓഫീസിൽ പോണ ദിവസം. അപ്പൊ അതുകൊണ്ട് ഭയങ്കര റഷ് ആയിരിക്കും റോഡിൽ. അപ്പൊ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് കാർ എന്റെ ആയിരിക്കുന്നു എന്നാണ് ഞാൻ ചുരുക്കി പറഞ്ഞാൽ വന്നത്. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കൊരു ചെറിയ കാർ എടുക്കുന്നതിനെ പറ്റിയിട്ടും. കാരണം മുന്നേ എനിക്ക് കാർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരിക്കൽ കാർ ഉണ്ടായി പിന്നെ കാർ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പല മൂവ്മെന്റ്സും ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. വിഷ്ണു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കാർ ഫുൾ ടൈം എന്റെയാണ്. അതുകൊണ്ട് ടെസ്കല എന്റെ ആയിരിക്കുന്നു. ഇടിയപ്പം മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോ മുഴുവൻ ഉണ്ടാക്കി തീരുമെന്ന് അറിയില്ല. കാരണം നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയും കൂടെ ബാക്കിയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇടിയപ്പത്തിന് കുഴച്ചൊക്കെ വെക്കാം. നോക്കാം എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നതെന്ന്. ഇപ്പൊ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മനസമാധാനം, ഭയങ്കര ബെഡ് കിടക്കുന്ന ഫീലിംഗ് ഒന്ന് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം. പറച്ചിലുണ്ടാവുന്ന എന്നെ ആരെങ്കിലും പിടിച്ച് ബെഡ് കിടത്തിയതാണ്. ആരും ബെഡ് കിടത്തിയതല്ല, എനിക്ക് സ്വമേധ പോയി കിടന്ന് എണീക്കാത്തതാണ്. എന്റെ വീട്ടില് അത്യാവശ്യം മെസ്സിയായി കിടക്കുന്നതും എനിക്ക് ഇഷ്ടമില്ലാത്തയും ഒരു കോർണർ ഏതാണ്, കോർണറല്ല ഭാഗ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എൻട്രൻസ് ആണ് കേട്ടോ. ഈ ഒരു ബോക്സ് നിങ്ങൾ കണ്ടില്ല എന്നടിക്കുക. സഞ്ജേട്ടന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പൊ സഞ്ജേട്ടൻ ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുള്ളതായിരുന്നു. എനിക്ക് ധൈര്യമായിട്ട് വീഡിയോയിൽ പറയാം, കാരണം ഞാൻ സഞ്ജേട്ടനോട് ചോദിച്ചിട്ടാണ് ഞാൻ ഐറ്റം വാങ്ങിയിട്ടുള്ളത്. അപ്പോ സഞ്ജേട്ടൻ വന്ന് നോക്കി പോയായിരുന്നു. പിന്നെ പുള്ളിയും കഴിഞ്ഞ ഷോർട്ട് ഫിലിം കാരണം ഭയങ്കര ബിസി ആയിരുന്നു. ഈ ഒരു ഏരിയയിലാണ് ഞാൻ ജാക്കറ്റ്സ് ഒക്കെ ഹാങ് ചെയ്യാറ് കേട്ടോ. ഇതൊരു ചെറിയ സ്പേസ് ആണ്. എനിക്കിത് ഫ്യൂച്ചറിൽ കുറച്ചൊന്ന് മാറ്റിയെടുക്കണം എന്നുണ്ട്, ഒരു ഗ്ലാസ് ഡോർ ഒക്കെ വെക്കുന്ന രീതിയിൽ. തൽക്കാലം ഇപ്പൊ നമ്മളതൊന്നും ചെയ്തിട്ടില്ല. അപ്പോ ഇതിന്റെ അകത്താണ് ഞാൻ എന്റെ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുള്ള ഹാങ് ചെയ്യാറ്. ഞാൻ സമ്മറായി കഴിഞ്ഞപ്പോ കുറച്ച് ജാക്കറ്റ്സ് ഒക്കെ ഞാൻ മുകളിൽ കൊണ്ടുപോയി ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെയും തണുപ്പും ചെറുതായിട്ട് മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം താഴെ കൊണ്ട് വെച്ചതാണ്. പിന്നെ ഷൂ എല്ലാം ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഇവിടെ വിന്റർ ഷൂവും സമ്മർ ഷൂസും എല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടുന്ന് നമ്മുടെ വിന്റർ ഷൂസ് എല്ലാം എടുത്തിട്ട് മുകളിൽ കൊണ്ടുപോയി വെക്കാം. ഈ ഏരിയ എപ്പോഴും ഭയങ്കര മെസ്സിയാണ് കേട്ടോ. അപ്പോ ഇവിടെ നമ്മൾ ഇത്രയധികം ഷൂ വെക്കാനുള്ള ഒരു സൗകര്യം ഈ ഒരു സ്ഥലത്ത് നമുക്കില്ല. പിന്നെ ഞാൻ വാങ്ങിച്ച ആ ഒരു ഷൂ റാക്കും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഏരിയ അത്ര ഇഷ്ടമില്ലാത്തത് കാരണം ഞാൻ എങ്ങനെ ഇവിടെ ബെറ്റർ ആക്കുക എന്നുള്ളത് അധികം ചിന്തിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ തൽക്കാലം നമുക്ക് ഇവിടുന്ന് നമ്മുടെ വിന്റർ ഷൂസ് അല്ലെങ്കിൽ വിന്റർ ബൂട്ട്സ് എല്ലാം കൂടെ എടുത്ത് മുകളിൽ ഞാൻ ഷൂ വെക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവയ്ക്കാം. കുറച്ച് കാലം മുന്നേ നമ്മൾ ബാത്റൂം റിനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ നേരെ താഴെയാണ് നമ്മുടെ ഈ ഒരു ഭാഗം വരുന്നത് കേട്ടോ. നമ്മളന്ന് ബാത്റൂം റിനോവേറ്റ് ചെയ്യാൻ തന്നെ റീസൺ എന്ന് പറയുന്നത് ബാത്റൂമിൽ നിന്ന് വെള്ളം ലീക്കായിട്ട് ഈ ഒരു കാണുന്ന സെഷൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഇങ്ങനെ നനവ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആണല്ലോ ബിൽഡിങ്ങിന്. അതുകൊണ്ടാണ് നമ്മളത് അന്ന് റിനോവേറ്റ് ചെയ്തത്. ചെറുതായിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് മുകളിൽ കൊണ്ടുവച്ചു. ഇവിടെ ഇപ്പം ഞാൻ കുറച്ച് ജാക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അന്തരീക്ഷത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് മുഴുവൻ വിശ്വസിക്കാൻ പറ്റില്ല. പുറത്ത് പോകുമ്പോൾ ചെറുതായിട്ട് ജാക്കറ്റിൻ്റെയൊക്കെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ എൻ്റെയും വിഷ്ണുവിൻ്റെയും 1-2 ലൈറ്റ് ജാക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേ എനിക്ക് ഷൂസും പിന്നെ 1-2 ചെരുപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു കോണി കയറുന്ന ഭാഗം ഇങ്ങനെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇങ്ങോട്ട് വീട് മാറിയ ഉടനെ എനിക്ക് മുട്ടുവേദന വന്നിട്ടുണ്ടായിരുന്നു. കാരണം അതിന് മുന്നേ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലായിരുന്നല്ലോ. ഈ ഒരു കോണി ഏകദേശം ഒരു 7 തവണ ദിവസം കയറി ഇറങ്ങുമ്പോൾ തന്നെ നല്ലൊരു വർക്കൗട്ടാണത്. നമ്മുടെ ഈ ഒരു റൂമില് ഇവിടെ തന്നെയാണ് കേട്ടോ ജാക്കറ്റ് ഹാങ് ചെയ്യുന്ന സ്ഥലം വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ജാക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ എക്സ്ട്രാ ഉള്ളത് വെക്കാറ് കേട്ടോ. എക്സ്ട്രാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീസണിലല്ലാത്ത കാര്യങ്ങൾ ഞാൻ മുകളിൽ കൊണ്ടുവന്ന് വെക്കാറ് ഇവിടെയാണ്. ഞാൻ സമ്മറായി കഴിഞ്ഞപ്പോൾ അത് തണുപ്പൊക്കെ ഒന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഓൾറെഡി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ ഇപ്പോൾ അധികം വിന്റർ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇവനെയും കൂടെ നമുക്ക് ഇവിടെ തൂക്കാം. ഇനി ഈ ഒരു സൈഡിലാണ് ഞാൻ ഷൂ കാര്യങ്ങൾ വെച്ചിട്ടുള്ളത്. ഇവിടെ ഇങ്ങനൊരു സ്ലോപ്പിംഗ് ഏരിയ ആയിരുന്നേ. ഇവിടെ ഇതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന ഓണേഴ്സ് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട് മേടിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു. ഞാനല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്യിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെയാണ് ഞാൻ എന്റെ ഷൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. എനിക്ക് കുറച്ചും കൂടെ പ്രോപ്പർ ആയിട്ട് ഷൂ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഇപ്പൊ നമ്മുടെ താഴെയുള്ള മുന്നത്തെ വർക്ക് റൂം ഞാൻ എൻ്റെ ഒരു സ്പേസ് ആയിട്ടാണല്ലോ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു പ്രോപ്പർ ഷൂ റാക്കും ഒരു മിററും ഒക്കെ ആയിട്ട് സെറ്റപ്പ് ചെയ്ത് വരണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നടന്നത്. ശരിയാവുന്നില്ല മുഴുവൻ അങ്ങോട്ട്, ചില കാര്യങ്ങൾ ടേക്സ് ആയിരുന്നില്ല. അപ്പൊ അതുപോലെയാണ് അങ്ങനത്തെ സംഗതി. അപ്പൊ ഇവിടെയാണ് ഞാൻ എൻ്റെ ഷൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അത്ര പ്രോപ്പർലി ഓർഗനൈസ്ഡ് അല്ല, കാരണം സ്ഥലത്തിന്റെ ലിമിറ്റേഷൻ കുറച്ചധികം ഉണ്ട്. തൽക്കാലം നമ്മുടെ അടുത്തുള്ള ഈ ബൂട്ട്സും കൂടെ ഇതിനകത്ത് അങ്ങോട്ട് വെക്കാം.
പൊതുവേ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ കാര്യങ്ങൾ കേടുവരാറില്ല. എനിക്ക് ഭയങ്കര വിഷമമാണ് എൻ്റെ എന്തെങ്കിലും കേടുവന്ന് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ കഴിഞ്ഞ ഒരു 6-7 കൊല്ലമായിട്ട് എൻ്റെ ഒപ്പമുള്ള ഷൂസാണത്. പിന്നെ ഷൂ ആവുകൊണ്ട് നമുക്ക് പാകമല്ലാതെ ആവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ടുള്ള ഷൂ എല്ലാം എൻ്റെ അടുത്ത് അതേപോലെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇവനെ പ്രോപ്പറായിട്ട് നമുക്ക് ഭംഗിക്ക് വെക്കാനുള്ളൊരു ഭാഗം അധികം വൈകാതെ നമുക്ക് ഉണ്ടാക്കണം. അപ്പം ഇടയിൽ കൂടെ നമുക്ക് കുറച്ച് ഡിന്നറും കൂടെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഭയങ്കര ലേറ്റ് ആയി പോകും ഡിന്നർ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ലേറ്റ് ആയി ഡിന്നർ കഴിക്കാൻ ഇഷ്ടമല്ല. ഒരു 6:37 ഉള്ളിൽ നമ്മൾ ഡിന്നർ കഴിഞ്ഞിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ചേർന്നപ്പോൾ സമയം ഓൾറെഡി 5:50 ആയിട്ട് നമുക്ക് ഇറങ്ങാൻ ടൈമായി. ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ ഒരു മുട്ടയുടെ മസാല ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ തിരിച്ചു വന്ന ഒരു 7:30 ഉള്ള ഡിന്നർ കഴിക്കാൻ പറ്റുമല്ലോ. ബാക്കി നമ്മുടെ കുറച്ച് ജ്വല്ലറി ഓർഗനൈസിംഗ് ഒക്കെയാണ് ബാക്കിയുള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നാളെ എനിക്ക് എൻ്റെ കോഴ്സിലെ ഒരു മേജർ ഫോട്ടോഷൂട്ടുള്ള ദിവസമാണ് കേട്ടോ. അതായത് നമ്മുടെ സിഗ്നേച്ചർ സ്റ്റൈൽ ഏതാണോ അത് നമുക്ക് പിക്ക് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഫോട്ടോഷൂട്ട്. മുഴുവൻ നമുക്ക് മസാല ഉണ്ടാക്കാൻ ഒരു ടൈം കിട്ടിയില്ല കേട്ടോ. അതിനുള്ളിൽ തന്നെ വിഷ്ണു വിളിച്ചു. വിഷ്ണു എത്തിയെന്ന് പറഞ്ഞിട്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടില്ലേ. അപ്പോൾ നമുക്കിനി പോയി വിഷ്ണുവിനെ പിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് വരുന്നുള്ളൂ കേട്ടോ നമ്മുടെ സ്റ്റേഷൻ. അപ്പോൾ 5:50 ആയിട്ടുണ്ട്. നമുക്ക് 6 മണിയാകുമ്പോൾ അവിടെ എത്തണം. ഞാൻ ചെരുപ്പ് മാറ്റാൻ മറന്നു. നമ്മുടെ വീട്ടിലിടുന്ന അതേ ചെരുപ്പാണ് ഞാൻ ഇങ്ങനെ നമ്മൾ കാറിൽ വന്ന് കയറുന്ന ഷോട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ക്യാമറ വെച്ചിട്ട് പല പല സ്ഥലത്തുനിന്ന് നമുക്ക് എടുക്കേണ്ടി വരുമല്ലോ. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്ട്സ് ചെയ്യുമ്പോഴത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നൈബർ ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കുന്നത്. പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാണ് നിന്റെ ഓരോ മൂവ്മെന്റ്സ് നീ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി യൂട്യൂബിന്റെ പേരൊക്കെ ചോദിച്ച് പുള്ളി പോയിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ ഓഫീസ് സെൻട്രൽ സ്റ്റേഷൻ തന്നെ ആവുകൊണ്ട് ഇഷ്ടംപോലെ ട്രെയിൻ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഹോഫ്തോർപ്പിലോട്ട്. വിഷ്ണുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് പഠിച്ചതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള എൻ്റെ സ്കിൽ എന്ന് പറയുന്നത്, എൻ്റെ സ്കില്ലല്ല പഠിച്ചെടുത്തൊരു സ്കിൽ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ആണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ, വിഷ്ണുവിനിടയിൽ ഒരു ചെറിയൊരു മെഡിക്കൽ കണ്ടീഷൻ വന്നിട്ടുണ്ടായിരുന്നു, സിയാറ്റിക്കയുടെ. ആ ഒരു ടൈമിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര ഡിപ്പെൻഡൻസി ഇല്ലാതെ, അതായത് ഇപ്പോൾ നമ്മൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഡ്രൈവിംഗ് അറിയുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ വിഷ്ണുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരിക, ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഒപ്പം ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വിഷ്ണുവിന് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇപ്പോൾ സ്പ്ലെൻഡർ എടുത്തിട്ട് പോയി വരാമെന്നുള്ളത്. അതാണെങ്കിലും എനിക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുകൊണ്ടാണ് അത്രയും ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എന്നോട് ആര് ചോദിക്കുകയാണെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം, ഡ്രൈവിംഗ് പഠിച്ചിരിക്കണം. ചുമ്മാ പഠിച്ച് ലൈസൻസ് എടുത്താൽ മാത്രം പോരാ, നമ്മൾ വണ്ടി ഓടിക്കണം. അതൊരു ഓപ്ഷൻ ആയിട്ടല്ല, നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളത് ഞാൻ എന്നോടൊന്നും ചോദിക്കില്ല. പക്ഷെ എന്നാലും ആരെങ്കിലും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ട് കേട്ടോ. നമ്മുടെ വിഷ് ബോയ് ഇവിടെ എത്തി കേട്ടോ. വേറെ എന്തൊക്കെ കാർക്ക് കാര്യമായി നോക്കിക്കൊണ്ടൊക്കെയുള്ള വരുന്നത്. ഓപ്പൺ ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് വ്ളോഗ് ഒരു കുക്കിംഗ് വ്ളോഗ് ആകുമെന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കറിയില്ല, ചിക്കൻ ഫ്രൈ കഴിക്കാൻ വേണ്ടി തോന്നുന്നു. അത് എയർ ഫ്രൈയിലിട്ട ചിക്കൻ ഫ്രൈ അല്ല, നമുക്ക് നല്ല വെളിച്ചെണ്ണയിലൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് മുളകൊക്കെ വറുത്തൊരു ചിക്കൻ ഫ്രൈ ഇല്ലേ, ഇത് കഴിക്കാൻ ഭയങ്കരമായിട്ട് തോന്നുന്നു. ഞാൻ എൻ്റെ ആഗ്രഹം ഒന്ന് പ്രസന്റ് ചെയ്ത് നോക്കിയോട്ടെ എന്താണ് റെസ്പോൺസ് എന്നുള്ളത്. അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി പോയി നമ്മൾ കുക്ക് ചെയ്യണമെങ്കിൽ ചിക്കനൊക്കെ വാങ്ങിക്കണമല്ലോ. ഇനി നമുക്ക് പോയി ചിക്കനൊക്കെ വാങ്ങിച്ചാലോ. ഹേ വിഷ്, ഹൗ ഡു 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 തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ? അത്ര ഇറക്കണ്ടായിരുന്നില്ല. ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ വീട്ടിൽ പോയി ചോദിക്കാം. നമ്മളങ്ങനെ ഇവിടുന്ന് നേരെ പോകുന്ന ഇവിടെ അടുത്തുള്ളൊരു ടർക്കി ഷോപ്പിലാട്ടോ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട്. ആൽബർട്ടൈനിലും ചിക്കൻ കിട്ടും, പക്ഷെ പിന്നെ നമ്മൾ വാങ്ങി സ്കിന്നൊക്കെ എടുത്ത് കട്ട് ചെയ്യൊക്കെ വേണം. പക്ഷെ ടർക്കി ഷോപ്പിൽ നമുക്ക് ചിക്കൻ അവർ പ്രോപ്പർലി കട്ട് ചെയ്ത് തരും. ഈ ഒരു ടർക്കി ഷോപ്പിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുറത്തുനിന്ന് കണ്ടതാണ്. എനിക്ക് അറിഞ്ഞുകൂടെ അവിടെ മീറ്റ് ഉണ്ടോ ചിക്കൻ ഉണ്ടോ എന്നുള്ളതൊന്നും. അപ്പോൾ പോയി നോക്കാം എന്തായാലും. നമ്മൾ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തിയത് കേട്ടോ. നമ്മുടെ ക്ലീനിങ് വ്ളോഗ് ഒരു കുക്കിംഗ് വ്ളോഗ് ആവുന്ന അവസരങ്ങളാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, ഐ എം കമ്മിങ്.
ആദ്യം തൊട്ടേ നമ്മുടെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാം, ആദ്യമൊക്കെ ഞാൻ ഇവിടെ വന്നോളൂ എനിക്ക് കാര്യമായിട്ട് അങ്ങനെ കുക്കിംഗ് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എപ്പോഴും വിഷ്ണു വന്നതിന് ശേഷമാണ് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അത് വിഷ്ണുവിനും ഒരുപാട് കുക്കിംഗ് അറിഞ്ഞിട്ടല്ല, നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് അധികം കുക്ക് ചെയ്യാറ്. അപ്പോൾ വിഷ്ണു ഓഫീസ് കഴിഞ്ഞ് വരാൻ ഏകദേശം ഒരു 6 മണി 6:30 ഒക്കെ ആവുമായിരുന്നു. അത് കഴിഞ്ഞ് കുക്ക് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഏകദേശം ഒരു 10 മണി 10:30 ആവും. പക്ഷേ ഇപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചേഞ്ച് ചെയ്തു കേട്ടോ. ഇത് തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കാരണമാണ് കുറച്ചൊന്ന് ഡിലേ ആയത്. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും വിഷ്ണു വന്നു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഡിന്നർ കഴിക്കും. പിന്നെ ഏർലി ഡിന്നർ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസാണ് കേട്ടോ. നേരെ പോയി നമ്മളൊരു ദിവസം ഓക്കെ ഇന്ന് ഞാൻ 6 മണിക്ക് ഡിന്നർ കഴിക്കാമെന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ കിടക്കുന്ന നേരമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ വിശക്കുകയോ അല്ലെങ്കിൽ വയറ് കാളുന്നത് പോലെ അസിഡിറ്റി ഇഷ്യൂസോ ഒക്കെ വരും. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ കഴിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു 6-7 മണിയൊക്കെയാണ്. പക്ഷേ എനിക്കിത് കുറച്ചും കൂടെ നേരത്തെ ആക്കണമെന്നുണ്ട്. പക്ഷേ അതിന് കുറച്ചും കൂടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ റുട്ടീൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വരണം. അധികം അമ്മമ്മ ഉണ്ടാക്കുക വൈകുന്നേരം ഇടിയപ്പം, വെള്ളപ്പം, അടയൊക്കെ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് കണക്കുണ്ടായിരിക്കും, ഇഷ്ടംപോലെ ഒന്നും കിട്ടില്ല. കാരണം നമ്മളൊരു 6 പേരക്കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് 2-3 വെച്ചിട്ട് വൈകുന്നേരം നമ്മൾ സ്കൂളിട്ട് വരുന്ന നേരത്തുള്ള ഭക്ഷണമായിരുന്നു. അപ്പം അന്നും ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുട്ടി ഇടിയപ്പം അല്ലായിരുന്നു, ഇങ്ങനെ ഈ വട്ടമുള്ള ഇടിയപ്പല്ലേ, ഇതായിരുന്നു അമ്മമ്മ ഉണ്ടാക്കുക. അതുകൊണ്ട് എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര നിർബന്ധമാണ് അത്ര വലുപ്പമുള്ള. നാട്ടിൽ പോയപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നോക്കി വാങ്ങിച്ചതായിരുന്നു ഈ ഒരു വലുപ്പമുള്ള ഇടിയപ്പം. എനിക്കൊരു ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലുള്ള ഒരു ഭക്ഷണമാണ് ഇടിയപ്പം എളുപ്പം. കഴിഞ്ഞ ദിവസം എൻ്റെ പുട്ടുകുറ്റിയുടെ ഹാൻഡിൽ പോന്നു കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ ഇവിടുത്തെ ആമസോണിൽ നോക്കിയതായിരുന്നു. നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ പുട്ടുകുറ്റിയും ഇടിയപ്പം പിഴിയുന്ന സേവനാഴിയൊക്കെ ഇല്ലേ, എല്ലാ ഐറ്റംസും ഇപ്പോൾ നമ്മുടെ നെതർലൻഡ്സ് ആമസോണിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി. ഞാൻ കുഴച്ച് വന്നപ്പോൾ മാവ് കുറച്ച് അധികമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു എന്തായാലും കുഴച്ചായാലും നമുക്ക് ഉണ്ടാക്കാമെന്ന്. ഒരു ഉൾവിളി പോലെയായിരുന്നു അത്. ഇതാണ് നമ്മുടെ ഡിന്നർ. ഞാൻ ഡിന്നറൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴേക്ക് പുറത്ത് ഡോറിൻ്റെ മുകളിൽ ടപ്പ് 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 ഭയങ്കര അടി. നോക്കി കഴിഞ്ഞപ്പോൾ അതേ പിള്ളേരും ദീപ ചേച്ചി അമ്മു ചേച്ചി എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. എന്നെ അവർ കുറേ അങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചു കേട്ടോ. അപ്പം എനിക്ക് മടിയാണ്, ഞാനിന്ന് ഇവിടെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നതായിരുന്നു. ദീപ ചേച്ചി കടലക്കറി ഉണ്ടാക്കിയിട്ടാണ് വന്നത്, പുട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി നമ്മുടെ ഇടിയപ്പം കുറച്ച് കൂടുതലായതുകൊണ്ട് ഡിന്നർ പിന്നെ രണ്ടാമത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡിന്നറൊക്കെ കഴിച്ചു. ഇവരെല്ലാവരും ഇവിടെ ഇരുന്ന് വർത്താനം പറയുകയാണ്. എനിക്ക് പിന്നെ പിള്ളേരെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആരും വേണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇവരുടെ ഒപ്പം കൗച്ചിലിരുന്നിട്ട് ഇവരെ ഞാൻ ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊരിക്കലും എന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല. വാട്ടർമെലോൺ പായസം, ഗൂഗിൾ ചിക്കൻ. ഇത് ഞാൻ എഴുതിയതല്ല. ഇവിടെ വന്ന സഞ്ജേട്ടും ദീപ ചേച്ചി ആദ്യം എഴുതുന്നത് ഇത് മാറ്റലാണ്. അങ്ങോട്ട് നോക്കൂ, നമ്മുടെ വിഭവസമൃദ്ധമായ പാത്രം. ഇടിയപ്പം ഉണ്ടായിരുന്നു, അപ്പം ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, മുട്ടക്കറി ഉണ്ടായിരുന്നു, കടലക്കറി ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കൂട്ടി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡിന്നർ കഴിച്ചു കേട്ടോ. ദിബിൻ ചേട്ടന് ഫ്രൈഡേസ് എപ്പോഴും ബാഡ്മിന്റൺ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ദിബിൻ ചേട്ടനുള്ള ഡിന്നറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആരെ ഈ ഗൂഗിൾ ചിക്കൻ എന്നൊക്കെ എഴുതിയത്? ഈ കൂടുതൽ എത്ര ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ ആരുണ്ടാവും? അങ്ങനെ ആ കേസ് തെളിഞ്ഞു. നമ്മുടെ മീൽ പ്ലാനിങ്ങിൽ അനുവാദമില്ലാതെ കറക്ഷൻ നടത്തിയത് സഞ്ജേട്ടനായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ആരി ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ ആരിനൊന്ന് ഞാൻ പിടിച്ച് കിടത്തിയപ്പോഴൊക്കെ അവൻ ഉറങ്ങിപ്പോയി. അതിനുശേഷം ഇവരെന്തൊക്കെയോ കാർട്ടൂൺസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിവിടെ ഒന്ന് ബോറടിച്ചതുകൊണ്ട് ഞാൻ നമ്മുടെ CID മൂസ വെച്ച് കൊടുത്തു കേട്ടോ അവർക്ക്. അപ്പോൾ അതും അവർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ നെയ്ത്തനും ഷിവും ഒക്കെ കുറച്ചും കൂടെ മൂവി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജിലോട്ട് വന്നിട്ടുണ്ട്. ഡാനി എൻജോയ് ചെയ്യും, ആരിക്ക് അത്ര മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ യൂഷ്വൽ സീൻസ്. നമ്മുടെ ഡിന്നറിന് ശേഷം കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. നാളെ എനിക്ക് മേക്കപ്പ് ക്ലാസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോട്ടോഷൂട്ട് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ പറയാം കേട്ടോ. ഞാൻ ഐഷുവിനോട് പറഞ്ഞു എനിക്കൊരു പായസം തരും ഐഷുന്ന്. അപ്പൊ വിഷ്ണു പറയാ തരില്ല, ക്യാൻഡി കഴിച്ചോളാൻ പകരം. ഇത്ര വലിയ അപരാധമാണ് നോക്കുക. ഡയബറ്റീസ് രക്ഷിക്കാനുള്ള അവസാന എന്നോടൊക്കെ പറയണ അപരാധല്ലേ? ഞാൻ രാത്രി 2 മണിക്കൊക്കെ ഡെസേർട്ട് ഉണ്ടാക്കി തരാണല്ലേ? വിഷ്ണു പായസം ആയി കൊടുക്കൂ. You have to make it now. Watermelon paisam. Right now. Watermelon. Bubble gum chapati. That's very great. Bubble gum chapati ഇതാരാ ഉണ്ടാക്കി? ഇതാണ് bubble gum chapati. What a creativity, man.
എൻ്റെ മനസ്സറിഞ്ഞിട്ടുള്ള ചിരി ഒരു പ്രേതച്ചിരി പോലെയില്ലേ, അത് പൊതുവേ എൻ്റെ ചിരി കേൾക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് കേട്ടോ. നമ്മൾ കല്യാണം ഉറപ്പിച്ച ഉടനെ ഞാനും വിഷ്ണുവും കൂടെയൊക്കെ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് രാത്രി എന്തെങ്കിലും തമാശകളൊക്കെ വിഷ്ണു പറയുമ്പോൾ ഞാനിങ്ങനെ കക്ക എന്നുള്ള ചിരിയിരിക്കും. അപ്പോൾ വിഷ്ണു പറയും ഐശു പേടിയാവുന്നൊന്നുമല്ല ചിരിക്കാൻ. അപ്പോൾ എനിക്കങ്ങനെ ഒരു പ്രേതച്ചിരി എൻ്റെ ഒരു സീക്രട്ട് ആയിട്ടുള്ള സംഗതിയാണ്. ഇത് സഞ്ജേട്ടൻ്റെ അതിവിദഗ്ധമായിട്ടുള്ള ക്യാമറ ആംഗിൾസ് ആണ് കേട്ടോ. ഞാൻ ഈ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഒന്ന് എനിക്ക് എടുത്തു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ സ്കിൽസ് എല്ലാം കൂടെ പുറത്തെടുത്തിരിക്കുകയാണ്. ഏകദേശം ഒരു 12 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴേക്ക് ദിബിൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദിബിൻ ചേട്ടൻ ഡിന്നറൊക്കെ കഴിച്ചു. അതിനുശേഷം ഒരു 2 മണി 2:30 ആയി തോന്നുന്നു എല്ലാവരും അപ്ന ഗറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ തീർന്നിരിക്കുകയാണ്. നമ്മുടെ മേക്കപ്പ് വിശേഷങ്ങൾ ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പറയാം കേട്ടോ. അങ്ങനെ വീണ്ടും ഒരു ശനിയാഴ്ച ആയിരിക്കുകയാണ് നമ്മുടെ അടുത്ത ദിവസം. ഞാൻ എൻ്റെ മേക്കപ്പ് ക്ലാസ്സിലിരിക്കുകയാണ്. നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാണ് നടക്കാൻ വേണ്ടി പോണത് കേട്ടോ. ഇന്ന് അതിൻ്റെ പ്രാക്ടീസ് ലെസൺ ആയിരുന്നു. അപ്പോൾ സാധാരണ നമുക്ക് തീമും കാര്യങ്ങളൊക്കെ തരാറുണ്ടല്ലോ. ഇപ്പോൾ മെറ്റ് ഗാള അല്ലെങ്കിൽ ബ്രോൺസ് ബ്യൂട്ടി ലുക്ക്, അങ്ങനെ പല തീമും തരാറുണ്ട്. ഇതിൽ നമുക്ക് അങ്ങനെ ഒരു തീമില്ല. നമുക്ക് നമ്മുടെ സിഗ്നേച്ചർ ലുക്ക് സെലക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർ പ്രാക്ടീസ് ചെയ്ത ട്രയൽ ലുക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാനായിട്ട് പറ്റുമോ? അപ്പോൾ ഞാൻ ഭയങ്കര അധികം ചിന്തിച്ചിട്ടൊന്നും ഞാൻ എടുത്തൊരു ലുക്കല്ല. എനിക്ക് മനസ്സുകൊണ്ട് ചെയ്യണം തോന്നിയ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് സെലക്ട് ചെയ്തെടുത്തതായിരുന്നു. അപ്പോൾ എല്ലാവരും അവരുടെ പ്രാക്ടീസ് ലുക്കൊക്കെ മില നോക്കിയിട്ട്, മില എന്ന് പറയുന്നത് എൻ്റെ ടീച്ചറാണ്, അപ്പോൾ മില അപ്രൂവ് ചെയ്തു. ഞാനിന്ന് പ്രാക്ടീസ് ചെയ്ത എൻ്റെ ഒരു ലുക്കിന് എനിക്ക് നല്ല അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഗസ് ചെയ്യൂ. അങ്ങനെ മേക്കപ്പ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിവിടെ ആംസ്റ്റർഡാം സെൻട്രലിൽ എത്തിയിട്ടോ. നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എൻ്റെ ക്ലാസ്സിൽ നിന്ന്. ഈ ഒരു ട്രാം കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു പഴയ കാലത്തോട്ട് തിരിച്ചു പോയൊരു തോന്നൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് എൻ്റെ ഇപ്പോൾ മോഡലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആമിയായിരുന്നു. ഞാൻ ആമീനെ കാണിക്കുന്നില്ല മുഴുവനായിട്ട്, കാരണം നമ്മുടെ ഫൈനൽ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ അന്ന് ഞാൻ ആമിയുടെ ഫുൾ ലുക്ക് കാണിക്കാം കേട്ടോ. നമ്മളൊരു ക്യാപ്പച്ചീനോയും ഹോട്ട് ചോക്ലേറ്റൊക്കെ കുടിച്ച് ആമി വീട്ടിലോട്ട് പോയി. ഞാൻ പിന്നെ കുറച്ച് നേരം ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. എനിക്കൊരു കുട്ടി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം വാങ്ങിയതിന് ശേഷം ഞാനും ഇത് തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ഇത് റോക്കിനാണ് സ്റ്റേഷൻ. ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടല്ല കേട്ടോ. ഞാൻ പോകുന്നത് പ്രദൂൻ്റെയും ഗീന്തുൻ്റെയും അങ്ങോട്ടാണ്. കാരണം വിഷ്ണു വീട്ടിലില്ല. വിഷ്ണുവിനൊരു ബാച്ചിലേഴ്സ് പാർട്ടി ഉണ്ട്. അതുകൊണ്ട് വിഷ്ണു ആംസ്റ്റർഡാം സെൻട്രൽ കറങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ വിഷ്ണുവും സഞ്ജേട്ടനും ദിബിൻ ചേട്ടനും എല്ലാവരും സെൻട്രത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ബാച്ചിലേഴ്സ് പാർട്ടി ആയതുകൊണ്ട് എന്നോട് വരണ്ട, നേരെ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. ഞാനിവിടെ പ്രദൂൻ്റെ ഗീതുൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മീൽ പ്രെപ്പിംഗ് ഡേ ആണ് കേട്ടോ ഇന്ന്. എല്ലാ സാറ്റർഡേയ്സും ആണ് അവർ കുക്ക് ചെയ്ത് വെക്കാറ്. പ്രദുവും ഗീതുവും വർക്കിംഗ് ആവുകൊണ്ടും പിന്നെ അവർക്ക് ഓഫീസിൽ പോകേണ്ടതുകൊണ്ടും അവർക്ക് എല്ലാ ദിവസവും വന്നിട്ട് കാര്യമായി കുക്ക് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ സാറ്റർഡേയ്സ് ആണ് രണ്ടുപേരും ഒരു ഫുൾ ഡേ എടുത്തിട്ട് നെക്സ്റ്റ് ഒരു 1 വീക്കിലോട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ഏകദേശം കുറേയൊക്കെ പകുതി പ്രിപ്പയർ ചെയ്ത് വെക്കും, ബാക്കി കുറേയൊക്കെ പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്ന ദിവസമാണ് കേട്ടോ. അങ്ങനെ ആ പരിപാടിക്കൊക്കെ ഞാനും ഗീതുവിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രദുവും കൂടെ ബാച്ചിലേഴ്സ് പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. പ്രദു ഇന്ന് കുക്കിംഗ് ഡേ കൊണ്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷേ പിന്നെ പ്രദുവും പോയി. നമ്മളൊരു ദോശയും സാമ്പാറും ഒക്കെ ഡിന്നർ കഴിച്ചു. അതിനുശേഷം കിച്ചൺ ക്ലീനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മു ചേച്ചിയും ദീപ ചേച്ചിയും വിളിക്കുന്നത്. അവരെല്ലാവരും ദീപ ചേച്ചിയുടെ അടുത്തോട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഏകദേശം 1 മണിയാകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് പോയി. പിന്നെ നമുക്കിവിടെ ഒരു ഗേൾസ് നൈറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്ക് എല്ലാവരും വന്നു. അങ്ങനെ ഈ ഒരു ദിവസം നമ്മൾ അവസാനിപ്പിച്ചു. ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി.